അപ്പം കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റൻസ് കൂടെ എ സി കടത്തി വിട്ടാലുണ്ടാകുന്ന പ്രോപ്പർട്ടികളും അതേപോലെ ഇൻഡക്ടർ കൂടെ എ സി കടത്തി വിട്ടാലുണ്ടാകുന്ന പ്രോപ്പർട്ടീസാണ് പറഞ്ഞതല്ലേ. ശരി, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതേ എ സി ഒരു കപ്പാസിറ്റർ കൂടി കടന്നു പോയാൽ ഉണ്ടാകുന്ന പ്രോപ്പർട്ടികളെ കുറിച്ചാണ്. ഓക്കെ, പ്രോപ്പർട്ടികൾ തമ്മിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വോൾട്ടേജ് ഇക്വേഷൻ വേണം, കറണ്ടിൻ്റെ ഇക്വേഷൻ വേണം, പിന്നെ ഫേസ് ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം, ആവറേജ് പവർ വേണം, വേവ് റിപ്രസെൻറ്റേഷൻ വേണം, പിന്നെ വേണ്ടത് ഫേസർ ഡയഗ്രാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ശരി, ഫസ്റ്റ് സപ്പോസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു കപ്പാസിറ്റർ. സി കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിനെ നമ്മൾ എ സി ആയിട്ട് കണക്ട് ചെയ്യണം. എസ് റെപ്രസെൻറ്റേഷൻ അറിയാലോ, ഒരു എ സി ആയിട്ട് കണക്ട് ചെയ്യും. വേണമെങ്കിൽ നമുക്കിവിടെ സ്വിച്ച് ഇട വെക്കാം, കണക്ട് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് പൊട്ടൻഷ്യലാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്കറിയാം പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനമാണ്. ആ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം, വി ഇസ് ഈക്വൽ ടു വി നോട്ട് അല്ലെങ്കിൽ വി സീറോ സൈൻ ഒമേഗ ടി ആണ് അല്ലേ, ഇക്വേഷൻ നമ്പർ 1. അപ്പം ഇങ്ങനൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനീഷ്യലി കപ്പാസിറ്ററിനുള്ള ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ സ്വിച്ച് ഓഫ് ആവുന്ന കേസിൽ, അതായത് കറണ്ട് പാസ് ചെയ്യാത്ത കേസിൽ കപ്പാസിറ്റർ ചാർജ് 0 ആണ്. ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ എ സി ഈ സർക്യൂട്ടിൽ കൂടി പാസ് ചെയ്യാൻ തുടങ്ങുമല്ലോ അല്ലേ. എ സിക്ക് നിങ്ങൾക്ക് 2 ഹാഫ് സൈക്കിളുണ്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്. ഇങ്ങനല്ലേ വരുന്നത്. ശരി, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ സപ്പോസ് നിങ്ങൾ ഈ പ്ലേറ്റ് പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പ്ലേറ്റിൽ എന്താവും, നെഗറ്റീവ് ചാർജ് ആവുമല്ലോ. ശരിയല്ലേ. ഇനി അടുത്ത ഇൻസ്റ്റൻറ്റിൽ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാറി ഇവിടെ എന്ത് വരാം, നെഗറ്റീവ് വരാം. അങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ ഈ പ്ലേറ്റ് എന്തായിട്ട് മാറും, നേരത്തെ പോസിറ്റീവായ സാധനം എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. ഈ നെഗറ്റീവ് എന്തായിട്ട് മാറും, പോസിറ്റീവായിട്ട് മാറും അല്ലേ. ഈ പോസിറ്റീവ് നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ എന്ത് വേണം, ഈ ചാർജുകൾ ഇങ്ങനെ ഇങ്ങോട്ടേ ഫ്ലോ ചെയ്യണം അല്ലേ. അപ്പോൾ എന്താണ് ശരി, ഫസ്റ്റ് ഈ സൈക്കിൾ പോസിറ്റീവ് ആകുമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്തിട്ട് ഇത് പോസിറ്റീവായെന്ന് പറയാം. ശരിയല്ലേ. നെക്സ്റ്റ് കേസിൽ ഇത് നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം. എന്തായാലും 2 സൈക്കിളിനിടയിൽ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിനും നെഗറ്റീവ് ഹാഫ് സൈക്കിളിനിടയിൽ കറണ്ട് സർക്യൂട്ടിൽ കൂടെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാലും നമുക്കൊരു കാര്യം തീർത്ത് പറയാം, എ സി കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിൽ കൂടി കറണ്ട് പാസ് ചെയ്യും. ക്ലിയർ. പാസ് ചെയ്യുമ്പോൾ ഓർത്ത് വെക്കണം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഡയറക്ഷനിൽ കറണ്ട് എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും. ക്ലിയർ. എന്ത് തന്നെയായാലും എ സി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് കപ്പാസിറ്റർ കൂടി കറണ്ട് പാസ് ചെയ്യും. ഇനി സപ്പോസ് എ സിക്ക് പോലെ ഡി സി ആണെങ്കിലോ എന്താ പറ്റുമോ, എ സി പോലെ നിങ്ങളിവിടെ കണക്ട് ചെയ്യുന്ന സാധനം ഡി സി ആണെങ്കിൽ എന്താ, നിങ്ങളിവിടെ കണക്ട് ചെയ്ത സാധനം ഡി സി ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാവുക, ഡി സി ആണെങ്കിൽ സപ്പോസ് ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ ഡി സിയുടെ എന്ത് പറ്റുമെന്നറിയോ, ഇനീഷ്യലി ചാർജ് എന്തായിരുന്നു, 0 ആയിരുന്നു. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യപ്പെടും. ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, സപ്പോസ് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടും. ശരിയല്ലേ. അപ്പോൾ എത്ര കാലം ഈ പോസിറ്റീവ് ചാർജ് കിട്ടും, എത്ര കാലം പോസിറ്റീവ് ചാർജ് കിട്ടും എന്ന് ചോദിച്ചാൽ ഈ കപ്പാസിറ്റർ പ്ലേറ്റിന് അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ നിങ്ങൾ അപ്ലൈഡ് പൊട്ടൻഷ്യലിന് ഈക്വൽ ആകുന്നത് വരെ, ഈ 2 പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നവരെ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യപ്പെടും. ക്ലിയർ. അങ്ങനെ ഫുള്ളി കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സർക്യൂട്ടിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമോ, ഇല്ല. ഈ 2 കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യലും നിങ്ങൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ സർക്യൂട്ടിൽ കൂടി കറണ്ട് പാസ് ചെയ്യില്ല. അപ്പോൾ ഈ സർക്യൂട്ടിൽ കൂടി പോകുന്ന കറണ്ട് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ ആ ഡിഫറൻസ് ഓർത്ത് വെക്കുക. എ സിയും ഡി സിയും കണക്ട് ചെയ്താൽ ഡിഫറൻസ് ഓർത്ത് വെക്കുക. എ സി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യപ്പെടും. എന്തുതന്നെയായാലും ചാർജിങ്ങിൻ്റെ സമയത്തും ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്തും കറണ്ട് ഫ്ലോ ചെയ്യും.
അപ്പോൾ നമുക്ക് എന്ത് പറയാം? കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ കൂടിയും കപ്പാസിറ്റർ കൂടി കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ. പക്ഷേ ഡി സിയെ കണക്ട് ചെയ്യുന്നെങ്കിൽ ഈ കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നവരെ കറണ്ട് എന്ത് ചെയ്യും? സർക്യൂട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. അതെന്ന് വെച്ചാൽ വളരെ ഫ്രാക്ഷൻ ഓഫ് ടൈം മാത്രമാണ്. വളരെ ചെറിയ സെക്കൻഡിൽ കംപ്ലീറ്റ് ഫുള്ളി ചാർജ്ഡ് ആവും. അങ്ങനെ ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? സർക്യൂട്ടിൽ കൂടി കറണ്ട് പാസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ പറയാറ് ഡി സി കപ്പാസിറ്റർ കൂടി എന്ത് ചെയ്യാറില്ല? കടന്നു പോകാറില്ല. അപ്പോൾ മാത്തമെറ്റിക്കലി നമുക്കിത് പ്രൂവ് ചെയ്യാം, അങ്ങോട്ട് പറയാം. ശരി, ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ആരെക്കുറിച്ചാണ്? എ സിയെ കുറിച്ചാണ്. ഇപ്പോൾ ഡി സിനെ ജസ്റ്റ് കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്തത് ആരാണ്? എ സി ആണ്. ക്ലിയർ ആണല്ലോ? ശരി, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കണം അല്ലേ? കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ കേസ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ Q = CV എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടും? ഇവിടെ V = Q/C എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ വിക്ക് ഇവിടെ നിന്ന് ഇക്വേഷൻ വന്നത് V = V0 sin ωt ആണ്. സോ V0 sin ωt = Q/C. ഇതാണ് നമ്മുടെ കിർച്ചോഫ് ലൂപ്പ് റൂൾ വരിക. അതങ്ങനെ തന്നെ പഠിക്കണേ. ഈ സർക്യൂട്ടിൻ്റെ കിർച്ചോഫ് ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ V = V0 sin ωt. അല്ല തിരിച്ചിങ്ങനെ എടുക്കാം. എന്ത് പറയാം? V0 sin ωt minus Q/C = 0. ക്ലിയർ? അങ്ങനെയും പറയാം. ഇതാണ് കിർച്ചോഫ് ലൂപ്പ് റൂൾ. ഇതിങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടാവണം. ശരി, ഇനി നമുക്ക് വേണ്ടത് കറണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കറണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ ഈ ഇത് പോട്ടെ, ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഈ കിർച്ചോഫ് ലൂപ്പ് റൂൾ എന്താണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ശരി, നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് എന്താ കിട്ടുക? ഈ ഇക്വേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ. Q = എന്ത് വന്നു? Q = V0 C പിന്നെന്താ ഉള്ളത്? sin ωt അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി നമുക്ക് അറിയുന്നത്, നിങ്ങൾ പഠിച്ചിട്ട് കറണ്ടല്ലേ വേണ്ടത്? കറണ്ട് I പഠിച്ചിട്ട് നിങ്ങൾ കറണ്ട് I dQ/dt എന്ന് പഠിച്ചിട്ട് അവിടെ സ്മോൾ ആയി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ഇൻസ്റ്റൻസ് കറണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പോട്ടെ. സോ ഇറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? d/dt ഓഫ് Qന് പകരം എന്ത് എഴുതാം നമുക്ക്? V0 C sin ωt. ക്ലിയർ? ദാറ്റ് മീൻസ് കറണ്ട് I V0 അല്ലേ? ഇത് ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ എന്താ ചെയ്യുക? കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ നോൺ വേരിങ് ടേംസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. പീക്ക് വോൾട്ടേജ് വേരി ചെയ്യാത്തതാണ്, കപ്പാസിറ്റൻസ് C വേരി ചെയ്യാത്തതാണ്. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? d/dt ഓഫ് sin ωt. ദാറ്റ് മീൻസ് കറണ്ട് I V0 C എന്താ? d/dt ഓഫ് sin ωt. ദാറ്റ് ഈസ് ഈക്വൽ ടു cos ωt ഇൻറ്റു ഒമേഗയാണ്. ഓർത്ത് വെക്കണേ. നമ്മൾ ഡിഫറൻസ് ഇൻറ്റഗ്രേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻറ്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി എന്തായിരുന്നു? അത് മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ ഒമേഗയാണ്. മൈനസ് ഉണ്ടായിരുന്നു, ഡിവൈഡ് ബൈ ഒമേഗയായിരുന്നു. ഇവിടെ നമുക്ക് വേണ്ടത് ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടി ആണ്. ഇവിടെ കോസ് പോസിറ്റീവാണ്, ഒമേഗ ഇൻറ്റു ഒമേഗയാണ് വരുന്നത്. ക്ലിയർ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാലോ? ദാറ്റ് മീൻസ് എന്ത് കിട്ടി? കറണ്ട് I ഈസ് ഈക്വൽ ടു ഞാൻ എല്ലാം ഒരുമിച്ച് എഴുതുവാണ്. V0 പിന്നെ എന്താ ഉള്ളത്? C ഉണ്ട്, ഒമേഗ ഉണ്ട്, പിന്നെ ഉള്ളത് കോസ് ഒമേഗ ടി ആണ്. അല്ലേ? ഇത് വേണം എനിക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് മീൻസ് I ഈസ് ഈക്വൽ ടു എനിക്ക് വേണം ഇങ്ങനെ എഴുതാലോ. V0 ഡിവൈഡ് ബൈ C ഒമേഗ 1/C ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ശരിയല്ലേ? V0 ഡിവൈഡ് ബൈ 1/C ഒമേഗ എന്ന് പറഞ്ഞാൽ V0 ഇൻറ്റു C ഒമേഗ ആണല്ലോ. ദാറ്റ് മീൻസ് കറണ്ട് I ഈസ് ഈക്വൽ ടു ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഈക്വൽ ടു V0 ഡിവൈഡ് ബൈ XC ഇൻറ്റു കോസ് ഒമേഗ ടി. ഇവിടെ XC എന്താണെന്ന് ചോദിച്ചാൽ XC നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് നേരത്തെ നമുക്ക് XL കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയിരുന്നു. ഇവിടെ XC ആണ് വരുന്നത്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. അപ്പം ഓർത്ത് വെക്കേണ്ട കാര്യം, നിങ്ങൾ പഠിച്ച ഇക്വേഷൻ കറണ്ട് I ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ R എന്നറിയാം.
നമ്മൾ ഡയമെൻഷൻ എടുക്കുമ്പോൾ കോസ് ഒമേഗ ടിക്ക് ഡയമെൻഷൻ വരില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന ടേം ഏതാണ്? എക്സ് സി ആണ്. ശരിയല്ലേ? അപ്പം ഈ എക്സ് സിയുടെ ഡയമെൻഷൻ ഫോർമുലയും പിന്നെ റെസിസ്റ്റൻസ് ഡയമെൻഷൻ ഫോർമുലയും രണ്ടും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. തിരിച്ച് പറഞ്ഞാൽ കപ്പാസിറ്റർ റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് യൂണിറ്റ് പറഞ്ഞാൽ മതി. റെസിസ്റ്റൻസ് അല്ലേ, ഓം എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആണല്ലോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. സോ കപ്പാസിറ്റർ റിയാക്റ്റൻസ് എക്സ് സി ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? എക്സ് സി ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു ഇനി നമുക്ക് വന്നത് എക്സ് സി ഈസ് ഈക്വൽ ടു കിട്ടിയത് എക്സ് സി ഈസ് ഈക്വൽ ടു 1/c ഒമേഗയാണല്ലേ. 1/c ഒമേഗ ഓർത്ത് വെക്കുക. ഒമേഗ നമുക്ക് വീണ്ടും മാറ്റാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, ഇനി മാറ്റാം. ക്ലിയർ? അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഇതിനെ മാറ്റി എഴുതാൻ പോവുകയാണ്. ദ മീൻസ് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എന്ത് വന്നു? ഇറ്റ്സ് ഈക്വൽ ടു I0 ഇൻറ്റു കോസ് ഒമേഗ ടി, ഇക്വേഷൻ നമ്പർ 2. ഇവിടെ എന്താ I0 എന്ന് പറഞ്ഞാൽ വേർ I0 ഈസ് ഈക്വൽ ടു V0 ഡിവൈഡ് ബൈ എക്സ് സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫേസ് ഡിഫറൻസ് പറയണമെങ്കിൽ നമുക്ക് ആദ്യം കിട്ടിയ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് നോക്കുക. ഇവിടെയുള്ളത് സൈൻ ഒമേഗ ടി ആണ്, ഇവിടെ കിട്ടിയുള്ളത് കോസ് ഒമേഗ ടി ആണ്. രണ്ടും സൈൻ്റെ ടേമിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫേസ് ഡിഫറൻസ് പറയാൻ പറ്റൂ. അങ്ങനെ സൈൻ്റെ ടേമിലേക്ക് മാറ്റാൻ വേണ്ടി എങ്ങനെ ചെയ്യണം? മീൻസ് ഐ ഈസ് ഈക്വൽ ടു I0. എന്താ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ? കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു എനിക്ക് ഇങ്ങനെ എഴുതാലോ, സൈൻ π/2 പ്ലസ് ഒമേഗ ടി എന്ന് എഴുതാലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ π/2 പ്ലസ് തീറ്റ കോസ് തീറ്റയാണ് അല്ലേ. സോ സൈൻ π/2 പ്ലസ് ഒമേഗ ടി. നേരത്തെ നമ്മൾ എടുത്തത് സൈൻ π/2 മൈനസ് ആയിരുന്നു. അവിടെ മൈനസ് എടുക്കാൻ കാരണം നമ്മൾ ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ ഒരു മൈനസ് കോസ് ആയിരുന്നു വന്നത്. അവിടെ നെഗറ്റീവ് പുറത്തുണ്ടായിരുന്നു. ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ അവിടെ മൈനസ് എടുത്തത്. ഇവിടെ നെഗറ്റീവ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മതി? π/2 പ്ലസ് ഒമേഗ ടി മതി. ദാറ്റ് മീൻസ് ഐ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഇങ്ങനെയും മാറ്റി എഴുതാലോ, ഒമേഗ ടി പ്ലസ് π/2, ഇക്വേഷൻ നമ്പർ 3. ക്ലിയർ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ്. ഒന്നിത്, രണ്ടാമത്തെ ഇക്വേഷൻസ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വൺ. 3 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ്, ഒന്ന് ഫസ്റ്റ് ഇക്വേഷൻ V = V0 sin ഒമേഗ ടി, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യലാണ്, അത് മാറ്റൊന്നും പറയാനില്ല. രണ്ടാമത്തെ ഇക്വേഷൻ I = I0 cos ഒമേഗ ടി ആണ്, നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്യും ആ ഇക്വേഷൻ. ആൻഡ് തേർഡ് വൺ ഈസ് I = I0 sin ഒമേഗ ടി പ്ലസ് π/2 ആണ് അല്ലേ. അപ്പോൾ ഇക്വേഷൻ 1ഉം 3ഉം കമ്പയർ ചെയ്ത് നോക്കി. അങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്രയോടെ ഫേസ് ഡിഫറൻസ് വരുന്നതെന്ന്? ഫേസ് ഡിഫറൻസ് φ = എത്രയായിരിക്കും? അത് π/2 ആയിരിക്കും. π/2 ആണെന്ന് മാത്രമല്ല, അതെന്താണ്? പ്ലസ്സും കൂടിയാണ്. നേരത്തെ നമുക്ക് മൈനസ് ആയിട്ട് വന്നത്, ഇവിടെ നിന്ന് വന്നത് പ്ലസ്സാണ്. അതായത് നിങ്ങൾ വോൾട്ടേജും കറണ്ടും നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് വോൾട്ടേജിനേക്കാളും π/2 ആംഗിൾ മുന്നിലാണ് അല്ലേ, പ്ലസ് π/2 ആണ്. സോ വി ക്യാൻ സേ വെൻ AC passes through a capacitor, current leads the voltage by an angle of π/2. ലീഡ് ചെയ്യാണ് ചെയ്യുക. തിരിച്ച് പറയാം, ഓർ വോൾട്ടേജ് ലാഗ്സ് ബിഹൈൻഡ് ദ കറണ്ട് ബൈ എൻ ആംഗിൾ ഓഫ് π/2. വോൾട്ടേജ് കറണ്ടിനേക്കാളും π/2 ആംഗിൾ കുറവാണെന്നും പറയാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, കറണ്ട് വോൾട്ടേജിനേക്കാളും π/2 ആംഗിൾ മുന്നിട്ട് നിൽക്കും. ഇൻഡക്ടറിൻ്റെ കേസ് ആണെങ്കിൽ കറണ്ട് വോൾട്ടേജിനേക്കാളും π/2 ആംഗിൾ പിറകിലായിരിക്കും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിലോ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇതിപ്പം ഗ്രാഫിക്കിൽ നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും? നമുക്ക് എടുത്തുള്ളത് ഗ്രാഫ് എടുക്കുമ്പോൾ ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആരാ വേണ്ടത്? വോൾട്ടേജ് അല്ലേ. വോൾട്ടേജ് വരക്കുമ്പോൾ വോൾട്ടേജ് ഇക്വേഷൻ എന്തായിരുന്നു? V = V0 sin ഒമേഗ ടി ആണ്. ഇവിടെ നമുക്ക് കിട്ടിയത് ഇക്വേഷൻ നമ്പർ 1 ആയിരുന്നു അല്ലേ, ഇക്വേഷൻ നമ്പർ 1. അതായത് വോൾട്ടേജിൻ്റെ ഇത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ നീട്ടാൻ കേട്ടോ. വോൾട്ടേജിൻ്റെ വരച്ചു കഴിഞ്ഞാൽ
വോൾട്ടേജ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടേണ്ടത്? അതൊരു സൈൻ വേവ് ആയിരിക്കും അല്ലേ? സൈൻ വേവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഷേപ്പ് അറിയാലോ. യെസ്, ഇതൊരു സൈൻ വേവ് ആയിരിക്കും. ശരിയല്ലേ? നമുക്കറിയുന്ന കാര്യങ്ങളാണിത്. ഈ സൈൻ വേവിൽ ഇത് പീക്ക് വാല്യൂ ക്ലിയർ ആവുന്നില്ല. പീക്ക് വാല്യൂ ഇത് ഇവിടെ വരുന്നത് മിനിമം വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് പീക്ക് വാല്യൂ, നെക്സ്റ്റ് മിനിമം വാല്യൂ അല്ലേ വരുന്നത്. ശരിയല്ലേ? 0 സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ എടുക്കുന്നു ഒന്നുകിൽ ഒമേഗ ടി ആവാം അല്ലെങ്കിൽ ടി ആവാം, എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ പീക്ക് വാല്യൂ, ഈ പീക്ക് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇതല്ലേ പീക്ക് വാല്യൂ. ഈ പീക്ക് വാല്യൂ എന്താണ്? ഇത് വോൾട്ടേജ് അതുകൊണ്ട് എന്തായിരിക്കും? വി നോട്ട് ആയിരിക്കും. അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിത് കിട്ടിയുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മളിനി കറണ്ടിൻ്റെ ഫംഗ്ഷൻ വരച്ചു കഴിഞ്ഞാൽ കറണ്ട് ഇക്വേഷൻ എന്തായിരുന്നു? കറണ്ട് ഇക്വേഷൻ വരുന്നത് കറണ്ട് I ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? I നോട്ട് കോസ് ഒമേഗ ടി ആണ്. ഇക്വേഷൻ നമ്പർ എന്തായിരുന്നത്? 2 ആയിരുന്നു. സൈൻ്റെ ടേമിൽ ഇക്വേഷൻ എടുക്കണ്ടേ? കോസ് ടേമിൽ ഇക്വേഷൻ മതി. ഇതാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം അല്ലേ? അപ്പം ഇത് കൊസൈൻ ഫംഗ്ഷനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നു. കൊസൈൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത ഒമേഗ ടി അല്ലെങ്കിൽ ടി 0 ആകുമ്പോൾ എന്തായിരിക്കും? കറണ്ട് മാക്സിമത്തിലായിരിക്കും. അങ്ങനെയല്ലേ? കോസ് 0 1 ആണ്. നേരത്തെ ഇൻഡക്ടറിൻ്റെ കേസിൽ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പകരം എന്താ വരുന്നത്? പോസിറ്റീവാണ്. അപ്പോൾ ഒമേഗ ടി 0 ആകുമ്പോൾ കോസ് 0 1 ആയി. 1 × I0 എന്ന് പറഞ്ഞാൽ I0 ആയി, പോസിറ്റീവ് I0. അപ്പോൾ ഇവിടെ വരും, പീക്കിൽ വരും അല്ലേ? I0. പിന്നെന്താണ് അടുത്തത്? വരക്കാനുള്ള എളുപ്പ വഴി അറിയാം. സൈന് മാക്സിമം ആകുമ്പോൾ കൊസൈൻ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അങ്ങനെയല്ലേ? സൈന് മിനിമം ആകുമ്പോൾ കോസ് എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. മാക്സിമം ആകുമ്പോൾ മിനിമം. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ ഇതിൻ്റെ കറണ്ടിൻ്റെ വേവ്. ശരിയാണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേവ് റെപ്രസെൻറ്റേഷൻ വരുന്നത് വെൻ AC പാസസ് ത്രൂ എ കപ്പാസിറ്റർ. ഓക്കെ, അങ്ങനെയാണ് ഫേസ് ഡയഗ്രം എങ്ങനെ വരക്കും? ഫേസ് ഡയഗ്രം നമുക്ക് ഇനി ഇവിടെ തന്നെ വരക്കാം. ഫേസ് ഡയഗ്രം എങ്ങനെ വരക്കും? ഫേസ് ഡയഗ്രം വരക്കുമ്പോൾ ശ്രദ്ധിച്ചോ, നമുക്ക് ഫസ്റ്റ് നമുക്ക് വോൾട്ടേജിനെ വരക്കണം അല്ലേ? യെസ്, വോൾട്ടേജ്. എന്താ പറഞ്ഞത് നമ്മൾ? ഇനി അതിൻ്റെ കറണ്ട് വരക്കണമെങ്കിൽ നമ്മൾ അടുത്ത ഇക്വേഷൻ വേണം. അതായത് ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചത്? I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 അങ്ങനല്ലേ പഠിച്ചത്? π/2 ആംഗിൾ എന്ത് ചെയ്യുന്നു? ലീഡ് ചെയ്യുന്നു അല്ലേ? അപ്പം കറണ്ട് എവിടെയാണ് ശരിക്കും വരിക? കറണ്ട് ഇവിടെ, കറണ്ട് എവിടെ വരും? കറണ്ട് π/2 ആംഗിൾ ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഈ ആംഗിൾ എത്രയായിരിക്കണം? ആംഗിൾ ഷുഡ് ബി 90 ഡിഗ്രി. ശരിയാണല്ലോ? അപ്പം ഓർത്ത് വെക്കുക, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ആരെയാണ്? ഇത് വോൾട്ടേജാണ്. ഇതെന്താണ്? ഇത് കറണ്ടാണല്ലേ? ഇത് പീക്ക് വാല്യൂ ഇത് I0 ആയിരിക്കും. ഈ പീക്ക് വാല്യൂ V0 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഫേസർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? അടുത്ത് നമ്മൾ പഠിച്ചത് പണ്ടത്തെ അതേ ഓർഡർ തന്നെ പോട്ടെ. അടുത്ത് നമ്മൾ പഠിച്ചത് പവറിൻ്റെ ഇക്വേഷൻ ആയിരുന്നു അല്ലേ? പവർ എന്ന് പറഞ്ഞാൽ അറിയാം, പവർ P ഈസ് ഈക്വൽ ടു ജനറൽ ഇക്വേഷൻ VI ആണ്. ദാറ്റ് മീൻസ് ഇവിടെ വിക്ക് പകരം നമുക്ക് V0 സൈൻ ഒമേഗ ടി അല്ലേ? V0 അപ്ലൈഡ് പൊട്ടൻഷ്യൽ V0 സൈൻ ഒമേഗ ടി കിട്ടും. ഐക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? I0 കോസ് ഒമേഗ ടി എന്നല്ലേ കിട്ടിയത്? ദാറ്റ് മീൻസ് V0 I0 പിന്നെ അതുള്ളത് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ശരിയല്ലേ? അപ്പോൾ ആവറേജ് പവർ P ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇതിൻ്റെ ആവറേജ് ആയിരിക്കും V0 I0 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടിയുടെ ആവറേജ്. ആവറേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റഗ്രേഷൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് യൂണിഫോം ടേംസ് ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് V0 I0 നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ എന്താണുള്ളത്? ആവറേജ് ഓഫ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി വരും അല്ലേ? സൈൻ തീറ്റ കോസ് തീറ്റ എങ്ങനെയാണ് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. നമുക്കറിയാം 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റയാണ്.
അതുകൊണ്ട് തന്നെ സൈൻ തീറ്റ കോസ് തീറ്റ എന്താണെന്ന് ചോദിച്ചാൽ അത് സൈൻ 2ωt ഡിവൈഡ് ബൈ 2 ആയിരിക്കും അല്ലേ. ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കാണുമ്പോൾ ഇതിൻ്റെ ആവറേജ് കാണുമ്പോൾ സൈൻ 2ωt അതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും വരുന്നതാണ്, പീരിയോഡിക് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവറേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ആവറേജ് പവർ വിൽ ബി 0. ഇത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അപ്പം എ സി ഇൻഡക്ടർ കൂടി കടന്നു പോകുമ്പോഴും അതേപോലെ എ സി കപ്പാസിറ്റർ കൂടി കടന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന ആവറേജ് പവർ ലോസ് അല്ലെങ്കിൽ ആവറേജ് പവർ എന്ന് പറയുകയാണ് അത് 0 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം എന്താണ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ, എന്താണ് കറണ്ടിൻ്റെ ഇക്വേഷൻ, പിന്നെ എന്താണ് കിർച്ചോഫ് ലൂപ്പ് റൂൾ, പിന്നെ അതിൻ്റെ വേവ് റെപ്രസെൻറ്റേഷൻ, പിന്നെ എന്ത് വേണം, ഫേസ് ഡിഫറൻസ്, ഫേസ് ആംഗിൾ കാണാനുള്ള സാധനം, പിന്നെ ഫേസ് ഡയഗ്രാം, പിന്നെ ആവറേജ് പവർ. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് ഓർത്ത് വെക്കണം. ഓക്കെ. പിന്നെ നമുക്കിതിൽ ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് ഇതിൽ നിന്ന് സാധാരണ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്: ആ ലാമ്പ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ കപ്പാസിറ്റർ. പ്രെഡിക്റ്റ് യുവർ ഒബ്സർവേഷൻ for DC and AC connections. What happens in each case if the capacitor of the capacitance is reduced? ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലംസ് ആണ് ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കുള്ളത് കപ്പാസിറ്റർ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? ഫസ്റ്റ് DC കണക്ട് ചെയ്യുന്നു. സെക്കൻഡ് കേസിൽ ഇതേ കപ്പാസിറ്റർ നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു? AC ആയിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയല്ലേ? What happens in each case? First okay, predict your observation. Observation predict ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്. ഓക്കെ, ഒരു ലാമ്പിൻ്റെ കേസ് ഇവിടെ പറയുന്നുണ്ട്, വിട്ടുപോയതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ലാമ്പ് കൂടെ കണക്ട് ചെയ്യുന്നുണ്ട് ഈ കേസിൽ. ഇവിടെയും എന്തുകൂടെ വരുന്നുണ്ട്? ഒരു ലാമ്പ് കൂടെ വരുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഒബ്സർവേഷൻ പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഈ ബൾബ് എങ്ങനെ കത്തോ ഇല്ലയോ, അല്ലെങ്കിൽ ഡിമ്മായിരിക്കുമോ, ബ്രൈറ്റ്നസ് കൂടിയതായിരിക്കുമോ, അത് മാത്രം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒബ്സർവേഷനല്ലേ പറയുന്നത്, പ്രെഡിക്റ്റഡ് ഒബ്സർവേഷൻ. നമ്മൾ ഒബ്സർവേഷൻ എന്തായിരിക്കും? ഒബ്സർവേഷൻ എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഈ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് എന്ത് പറ്റും എന്നുള്ളതാണ്. ബൾബ് കത്തോ ഇല്ലയോ, ബ്രൈറ്റ്നസ് കൂടുകയോ കുറയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ DC കണക്ട് ചെയ്യുമ്പോൾ എന്താ പ്രോപ്പർട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. DC കണക്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ DCൻ്റെ പോസിറ്റിവിറ്റി ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും അല്ലേ? അങ്ങനെ പോസിറ്റീവ് വറ്റി കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ അക്രോസ് എന്ത് വരും? പൊട്ടൻഷ്യൽ വരും. ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഈ രണ്ട് പൊട്ടൻഷ്യലും ഈക്വലായി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ അപ്ലൈഡ് പൊട്ടൻഷ്യലും അതേപോലെ ഈ കപ്പാസിറ്റർ അക്രോസ് വരുന്ന പൊട്ടൻഷ്യലും ഈക്വലായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? കറണ്ട് ഫ്ലോ ചെയ്യില്ല. അങ്ങനെയല്ലേ? അപ്പം രണ്ട് കപ്പാസിറ്ററും ഈക്വൽ ആവുന്നവരെ, രണ്ട് കപ്പാസിറ്റർ അക്രോസ് വരുന്ന പൊട്ടൻഷ്യലും അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നവരെ വേണമെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യാം. പക്ഷെ അത് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ്, വളരെ ചെറിയ സമയം മാത്രമേ എടുക്കൂ. ക്ലിയർ? അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോൾ നമ്മളെന്താ പറയുന്നത് ചോദിച്ചാൽ, അപ്ലൈഡ് പൊട്ടൻഷ്യലും ഈ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഈക്വൽ ആയി കഴിഞ്ഞാൽ സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യില്ല DC കണക്ട് ചെയ്യുമ്പോൾ. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തില്ലെങ്കിൽ ആ ബൾബ് കൂടെ കറണ്ട് ഫ്ലോ ചെയ്തില്ലെങ്കിൽ ബൾബ് കത്തോ? ഇല്ല അല്ലേ? സോ അവർ ആൻസർ വിൽ ബി ദ ബൾബ് വിൽ നോട്ട് ഗ്ലോ. അതാണ് നമ്മൾ ഒബ്സർവേഷൻ. അത് ഗ്ലോ ചെയ്യില്ല, കത്തില്ല. ഇനി സെക്കൻഡ് കേസ് ആണെങ്കിലോ? സെക്കൻഡ് കേസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ദ കപ്പാസിറ്റർ പ്ലേറ്റ് വിൽ ഗെറ്റ് ചാർജ്ഡ്. ഓക്കെ, ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദ കപ്പാസിറ്റർ പ്ലേറ്റ് വിൽ ഗെറ്റ് ഡിസ്ചാർജ്ഡ്. ഇപ്പോൾ എന്താ ചാർജിങ്ങിൻ്റെ ടൈമായാലും ശരി, ഡിസ്ചാർജിങ് ടൈമായാലും ശരി, ഈ സർക്യൂട്ട് കൂടി എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അത് വിഷയമല്ല. ഇപ്പോൾ രണ്ട് കേസ് കൂടെയും ബൾബ് കൂടെ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. ഓക്കെ, ബൾബ് ഇവിടെ വെച്ചാലും കുഴപ്പമില്ല, എവിടെ വെച്ചാലും കുഴപ്പമില്ല, സർക്യൂട്ട് എങ്ങനെ കണക്ട് ചെയ്താലും ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. അപ്പോൾ സെക്കൻഡ് കേസിൽ വെൻ AC passes through the capacitor the bulb will glow. ക്ലിയർ ആണല്ലോ? അത് വേണമെങ്കിൽ നമുക്കൊരു വേറെ തരത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ സാധനമില്ലേ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് പറഞ്ഞ സാധനം, ദാറ്റ്സ് ഈക്വൽ എന്താ കിട്ടിയത്? 1/ωc എന്ന് കിട്ടിയല്ലോ. ഒമേഗ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ 1 നമുക്ക് എന്താ എഴുതാം? 2πfc എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി ആലോചിച്ചോ DCൻ്റെ കേസ്. DC നമ്മളിങ്ങനെയാണ് പഠിച്ചുള്ളത്. DCൻ്റെ കേസ് ഇങ്ങനെയല്ലേ DC വരുന്നത് കറണ്ട്. ഇപ്പോൾ DCൻ്റെ ടൈം പീരീഡ് T എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് ഇൻഫിനിറ്റി ആണ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? അറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി F എന്തായിരിക്കും? F is equal to 1/∞, that's equal to 0.
അല്ലേ? അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും? എക്സ് സി ഈസ് ഈക്വൽ ടു എഫ് 0 ആയതുകൊണ്ട് തന്നെ എക്സ് സി ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 1/0 എന്ന് കിട്ടും. 1/0 മീൻസ് ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? ഇൻഫിനിറ്റി ആണ്. അതെന്ന് പറഞ്ഞാൽ ഡി സി കണക്ട് ചെയ്യുമ്പോൾ, കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ റിയാക്റ്റൻസ് റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. അതിന് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണെങ്കിൽ സർക്യൂട്ട് കൂടി കറണ്ട് പാസ് ചെയ്യുമോ? ഇല്ല. സോ ദ ബൾബ് വിൽ നോട്ട് ഗ്ലോ. ഓക്കെ, ഇത് തിരിച്ച് ഇൻ ദ കേസ് ഓഫ് എ സിൻ്റെ കേസ് നമുക്ക് എന്ത് പറയാം? കൃത്യമായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഹൗസ് സൈക്കിൾ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇതാണ് ടൈം പീരീഡ് വരുന്നുണ്ടാവും അല്ലേ? ടൈം പീരീഡ് ഇൻഫിനിറ്റി ആണ്. ഇവിടെ ടൈം പീരീഡ് ഇൻഫിനിറ്റി അല്ല, ഒരു ഡെഫിനറ്റ് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി എന്താവില്ല? 0 ആവില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരുന്ന എക്സ് സി എന്താവില്ല? കപ്പാസിറ്റർ റിയാക്റ്റൻസ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഒരു ഡെഫിനറ്റ് വാല്യൂ വരും. അത് ഇൻഫിനിറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ സർക്യൂട്ട് കൂടി കറണ്ട് പാസ് ചെയ്യും. അങ്ങനെ ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2 മെത്തേഡും പഠിച്ചു വെക്കാം. ക്ലിയർ? ഇനി അടുത്തത് ഓക്കെ, എക്സാമ്പിൾ ഫോർ a 15 microfarad capacitor is connected to 220 volt source. Find the capacitive reactance and current. ഒന്നുമില്ല, കപ്പാസിറ്റർ റിയാക്റ്റൻസ് കാണാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. എക്സ് സി ആണ് കപ്പാസിറ്റർ റിയാക്റ്റൻസ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് 1/ωc ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/2πf c ആണ് അല്ലേ? ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, 15 തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1/2π ഇൻറ്റു ഫ്രീക്വൻസി പകരം 50, സിക്ക് വരത്ത് കൊടുക്കണം 15 അല്ലേ? അത് മൈക്രോ ഫാരഡാണ്. സോ 10⁻⁻6 കൂടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു. 10⁻�6 കൂടെ ചേർക്കണം, കണ്ടുപിടിക്കാം. ഇപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആയി. പിന്നെന്ത് കാണണം? ആർ എം എസ് കറണ്ട്. ആർ എം എസ് കറണ്ട് കാണണമെങ്കിൽ പറഞ്ഞിട്ട് ആർ എം എസ് കറണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ കറണ്ടാണ്. ദാറ്റ്സ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ എക്സ് സി ആണ്. വി എത്ര തന്നിട്ടുണ്ടല്ലോ? 20 വോൾട്ട് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആർ എം എസ് കറണ്ടായി. അടുത്ത പി കറണ്ടാണ് കാരണം. പി കറണ്ട് കാണണമെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാണ്. ഐ ആർ എം എസ് ഈസ് ഈക്വൽ ടു, ഓർമ്മയുണ്ടോ? ഐ ആർ എം എസ് ഈസ് ഈക്വൽ ടു പി കറണ്ട് ഡിവൈഡ് ബൈ √2 ആണ്. ഫോർ പി കറണ്ട് വി നോട്ട് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു ഐ ആർ എം എസ് ആണ്. ചെയ്തോളൂല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഒരു പാർട്ട് കൂടെ തന്നിട്ടുണ്ട്. ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ഡബിൾഡ് വാട്ട് ഹാപ്പൻസ് ടു ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആൻഡ് ദ കറണ്ട്. ഫ്രീക്വൻസി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താവുന്നുള്ളതാണ്. ഫ്രീക്വൻസി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡബിൾ ചെയ്യും. ഒമേഗ നമ്മൾ ഡബിൾ ചെയ്യും. ഒമേഗ ഡബിൾ ചെയ്യുമ്പോൾ എന്ത് മാറും? എക്സ് സി പാതിയായിട്ട്, ഒമേഗ ഡബിൾ ചെയ്യുമ്പോൾ എക്സ് സി എന്തായിട്ട് മാറും? പാതിയായിട്ട് മാറും. കപ്പാസിറ്റർ റിയാക്റ്റൻസ് പാതിയാവും അല്ലേ? കപ്പാസിറ്റർ റിയാക്റ്റൻസ് പാതിയായി കഴിഞ്ഞാൽ കറണ്ട് എന്തായിട്ട് മാറും? ഡബിളായിട്ട് മാറും. ചെയ്തേക്കുള്ളല്ലോ. ഇതാണ് എഫ് സി എന്ന് പറഞ്ഞ ഈ ടേം /2 ആവും. ഇത് /2 ആവുമ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട് നമുക്ക് പിന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, a light bulb connected to AC through the given. Okay, if the switch is closed and after some time an iron rod is inserted in the interior of the inductor, the glow of the bulb will be increased or decreased എന്നുള്ളതാണ്. ഇത് നമ്മളെ ഇൻഡക്ടറുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഡക്ടറിൻ്റെ പഠിച്ചത് നിങ്ങൾ XL ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഒമേഗ എൽ ആണല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇൻഡക്ടർ വെക്കുവാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോർ വെക്കുവാണ്. അത് വെക്കുമ്പോൾ എൽ എന്ത് ചെയ്യും? കൂടും. എൽ കൂടിക്കഴിഞ്ഞാൽ ഈ ഒമേഗ എൽ എന്ത് ചെയ്യും? കൂടും. ശരിയല്ലേ? ഓക്കെ, ചോദ്യം ഇതാണ്, ബൾബിൻ്റെ ഗ്ലോന് എന്ത് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അറിയുന്ന കാര്യം ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ അല്ലെങ്കിൽ വി നോട്ട് ഡിവൈഡ് ബൈ എന്താ വരിക? അല്ലെങ്കിൽ വി ഡിവൈഡ് ബൈ എന്ത് വരും? XL വരും. ശരിയല്ലേ? അപ്പോൾ XL ഇൻക്രീസ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് നമ്മൾ പറയുക എന്തിൻ്റെ ടേമിലാണ്? പവറിൻ്റെ ടേമിലാണ്. പവർ ഈസ് ഈക്വൽ ടു I² അതാണ്. അപ്പം ബ്രൈറ്റ്നസ് സീരീസിൻ്റെ കേസിൽ I² ഉപയോഗിക്കണം. പാരലൽ കേസ് ആണെങ്കിൽ നമ്മൾ വോൾട്ടേജ് ടേംസിൽ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും കറണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? കറണ്ട് കുറയുന്നു. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ആര് കുറയും? പവർ കുറയും. അങ്ങനെ പവർ കുറഞ്ഞാൽ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? കുറയും. അപ്പം ബൾബിൻ്റെ
ഗ്ലോ എന്ത് ചെയ്യും, ഡൗൺ ആവും, ബ്രൈറ്റ്നസ് കുറയും. തിരിച്ചു വേണം ഇങ്ങനെയും പറയാം കേട്ടോ. ഇത് എക്സൽ കൂടിയില്ലേ, അപ്പോൾ ഇതിന് അക്രോസ് അല്ല എക്സൽ കൂടുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇതിന് അക്രോസ് ആയിരുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ത് ചെയ്യും, കൂടും. ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ബൾബിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ആ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പം ഈ പ്രോബ്ലംസ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത്. എല്ലാം കൃത്യമായി നോട്ട്സ് ഉണ്ടാക്കി വെക്കണേ. അടുത്ത പ്രോബ്ലംസിൽ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകാൻ ഡൗട്ടിനെ ചോദിച്ചേക്കണം. ഓക്കെ.